ഗൈസ്. നമുക്ക് ആദ്യമായിട്ടൊക്കെ അപ്പം എന്റെ ഗ്രാജുവേഷൻ ഡേ എന്റെ ഫേക്ക് നെയിൽസ് ഷോ കാണിക്കും. അപ്പൊ ഗ്രാജുവേഷൻ ഡേ കാണാം ഗൈസ്. ഇതാണ് എന്റെ മേക്കപ്പ്. 2 മണിക്കൂർ 3 മണിക്കൂർ എടുത്ത് മുടി മേക്കപ്പ്. ചേട്ടനെ കണ്ട ചേട്ടയുടെ ഗ്രാജുവേഷനാ തോന്നുന്നു. ഹലോ പറ കുട്ട. അമ്മ ചേക്കാനാണ് ഇരിക്കണ പോലെ ഇരിക്കാൻ. ഇങ്ങനെ സത്യം പറയട്ടെ, അമ്മച്ചനെ ഞങ്ങൾ പറ്റിച്ചതാ. കോട്ട് മാത്രമേ ഇടാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഞങ്ങള് അമ്മച്ചിയോട് പറഞ്ഞു കോട്ട് മാത്രമേ ഇടാൻ പറ്റുള്ളൂ, ചുരിദാർ സാരി ഒന്നും പറ്റൂല, കോട്ട് നിർബന്ധം ഉള്ളിക്കാരാണ്. എന്താ ചുരിദാർ തയ്ച്ചു കൊണ്ടുവന്ന ഗ്രാജുവേഷൻ ഡേക്ക് ഇടാനായിട്ട് സ്പെഷ്യലായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നപ്പോ കോട്ടയെ എടുത്തോളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നേരെ വൈകിയാ പോണത്. പിന്നെ അത് നമ്മുടെ കൂടെ പറപ്പായും കൊണ്ട്. ശരി ഗൈസ്, ചേട്ടാ ഇനി ബാലൻസ് വ്ളോഗുകളൊക്കെ എടുക്കും. അയ്യോ, ഞാൻ ബ്ലഷ് ഇടാൻ മറന്നുപോയി. ചോപ്പ് ഇവിടെ ചോപ്പിക്കാം. അങ്ങനെ നമ്മളവിടെ എത്തി. ഈ ബൊക്കയ്ക്ക് ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ, അത് ഞാൻ എൻ്റെ കൂടെ ലാസ്റ്റ് പറയാം. ഇതെൻ്റെ ഫ്രണ്ട് വെങ്കട്, ഞങ്ങൾ 2 പേർക്കാണ് ഇന്ന് ഗ്രാജുവേഷൻ ഉള്ളത്. പിന്നെ ഇത് ആണ് അവിടുത്തെ പ്രൊസീജിയർ. നമ്മളെ അവിടെ ഡ്രസ്സപ്പ് ചെയ്ത് തരും. ഈ റെഡ് ഗൗണും അതിൻ്റെ ബാലൻസ് കാര്യങ്ങളെല്ലാം ചെയ്ത് തുപ്പിയെല്ലാം വെച്ച് നമ്മൾ റെഡിയാക്കി പെർഫെക്റ്റ് ആക്കിയാണ് നമ്മളെ ഈ ടീം മെമ്പേഴ്സ് വിടുക. നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, അവർ ചെയ്തോളും. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് പോസ്റ്റ് ചെയ്യണം, കാരണം എൻ്റെ എല്ലാ ക്ലിപ്പുകളൊന്നും ഇല്ല. എനിക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ ഞാനും വിട്ടുപോയി. ചേട്ടായി മാക്സിമം എടുത്തു, എന്നാലും എല്ലാ ഫോട്ടോഷൂട്ട് അങ്ങനെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും കിട്ടിയില്ല. എന്നാലും ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിലെ ഒരു ബിഗ് മൊമെൻ്റ് ആണല്ലോ, അപ്പോൾ ഇതൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ. യൂട്യൂബിലാകുമ്പോൾ വേറെ എവിടെയും പോകില്ല, ഫോൺ കേട് വന്നാലും യൂട്യൂബ് ചാനൽ തുറന്നു നോക്കിയും എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ആയില്ലെങ്കിലും ഈ പോസ്റ്റ് ഇവിടെ കിടക്കട്ടെ എന്ന്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ഇഷ്ടമാവുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ ഹെയർ ചെയ്യാനാണ് ടൈം എടുത്തത്. വാഷിങ്ങും സെറ്റിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എൻ്റെ ഹെയർ ആയിരുന്നു എൻ്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നി. പിന്നെ മേക്കപ്പ് ഒരു 1 hour എടുത്താൽ ചെയ്തത്. സാധാരണ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, ടൈം കൊടുത്ത് ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എനിക്ക് അതുകൊണ്ട് സൂപ്പറായിട്ട് കിട്ടി. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഈ ടീം മെമ്പറാട്ടെ എനിക്ക് എൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി സെറിമണി നടക്കുന്ന ഹാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പിന്നെ എവിടെ ചെന്നാലും വീഡിയോ എടുക്കാൻ ഒരു മടിയില്ലാത്ത കാരണം ഹാളിൽ ഇരുന്ന് ഞാൻ വീഡിയോ എടുത്തു. ഈ ഒരു ലൈൻ ഫുള്ള് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റ്സാണ്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ചുള്ള ആൾക്കാരാട്ടോ. ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട് ചേട്ടായി എല്ലാവരും ഇരിക്കുന്നുണ്ട്. ചേട്ടായാണ് ഈ വീഡിയോ എടുത്തു തന്നേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രാജുവേറ്റ് ആയിരിക്കുകയാണ്. അതെ, മാസ്റ്റർ ഇൻ സിവിൽ ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഓ മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പാലക്കാട് ഒരു പട്ടിക്കാട്ട് കണ്ട ഞാൻ UK ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് ചെയ്യാം. മൈ ഗോഡ്. അങ്ങനെ നമ്മൾ സെറിമണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഈ ബൊക്കെ ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. എൻ്റെ ഗ്രാജുവേഷൻ ഡേക്ക് ഇത്ര ഒരു ബിഗ് ബൊക്കെ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഒരുപാട് ഷോപ്പിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. പിന്നെ ബൊക്കെ ചെയ്ത് തരുന്ന ആളോട് ചോദിച്ചപ്പോൾ ഒരുപാട് റേറ്റ് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി. എനിക്ക് സർപ്രൈസായിട്ട് വേണ്ട, കാരണം എൻ്റെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കി. ഈ കോട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ 2 പേരും കൂടി തിരിച്ചു കൊടുക്കുക. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. എല്ലാ ഫ്രണ്ട്സും കാര്യങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. ഇതൊക്കെയാണ് ഫോട്ടോസ്. ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചെന്ന് ഞാൻ ഡ്രീം ചെയ്തിരുന്നത് അതുപോലത്തെ ഫോട്ടോസ് എനിക്ക് കിട്ടി. അത് എടുത്ത് തന്നത് വ്യൂ ഫൈൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിച്ചതെന്ന് തോന്നുന്നത്. ആളുടെ പേര് അലൻ പി അലോഷി എന്നാണ്. ഞാൻ പേജ് ഇവിടെ കൊടുത്തേക്കാട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് എടുത്ത് തന്നു. എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്സ് ഇല്ല ആഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ടീം എല്ലാവരും കൂടെ നേരെ യോർക്കിലേക്ക് പോകുക.
യോർക്കിൽ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം ഈ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നാട്ടിൽ പോകുക. അപ്പോൾ അവൻ്റെ ബേബിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇത് ഇവൻ്റെ പുതിയ വണ്ടി. അപ്പം അവന് ഭയങ്കര നിർബന്ധം വീഡിയോയിൽ കാണിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നത്. അവൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇങ്ങനെ ഒരു കാർ എടുക്കുക എന്നുള്ളത്. അത് അവൻ അച്ചീവ് ചെയ്തു. എല്ലാവരും അങ്ങനെ എല്ലാവരുടെ ഡ്രീമും അച്ചീവ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് യോർക്ക് ഡിസൈനർ ഔട്ട്ലെറ്റ്. ഇവിടെ ഫുൾ ബ്രാൻഡ്സാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. അങ്ങോട്ട് ഇങ്ങോട്ട് എവിടെ നോക്കിയാലും ബ്രാൻഡഡ് ഷോപ്സാണ് കാണുന്നത്. ഗ്രാജുവേഷൻ ഡേയുടെ അനുബന്ധിച്ച് ക്രെഡിറ്റ് കാർഡിൽ കുറേ പൊട്ടിയത് കൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ച് എവിടെയും കയറാതെ ഇങ്ങനെ അവൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ കയറിനടുത്ത് പോകുന്നു, അവനുള്ള സാധനങ്ങൾ എടുക്കുന്നു, തിരിച്ചു വരുന്നു. ഞങ്ങൾക്ക് സൈറ്റൊന്നുമില്ല. ഓരോ ബ്രാൻഡഡ് കാണുമ്പോഴും ഞങ്ങളങ്ങോട്ട് കയറിയാലോ എന്നൊക്കെ വിചാരിക്കും. പിന്നെ കയറിയിട്ട് അതുപോലെ ഇറങ്ങി വരുന്നതുണ്ട്. പിന്നെ അവനൊരു കുറച്ച് ഡ്രസ്സ് എടുത്തു. കുഞ്ഞി പോണ ആൾക്ക് ബ്ലാക്ക് ഷർട്ടൊക്കെ. അവൻ്റെ പേര് ശിവാജി എന്നാണ്. അവന് കുറച്ച് ഡ്രസ്സ് എടുത്തു. പിന്നെ നേരെ നമ്മൾ ബേബിക്ക് ചെയിൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അയ്യോ, ഇനി അവൻ്റെ വൈഫ് ഇത് കണ്ടാൽ പ്രശ്നമാവും. ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാനായിരുന്നു. അപ്പോൾ ഒരു ഡയമണ്ടിൻ്റെ ഒരു ചെയിൻ വാങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങി നേരെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നൈക്ക് കയറിയ പാടെ ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ ഷോപ്പിംഗ്. ഇതൊക്കെയാണ് എൻ്റെ ഗ്രാജുവേഷൻ ഡേ വിശേഷങ്ങൾ. സീൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് ക്രേസി മല്ലു. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.